വയറുവേദന കാരണം അവശനിലയിലായ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വിളിച്ചെത്തിയ ഭർത്താവ്. പക്ഷേ അയാൾ ആ മുറിക്കുള്ളിൽ കണ്ടത് ചോര മരവിപ്പിക്കുന്ന കാഴ്ചയാണ്. കൂടെ കഴിഞ്ഞ ഭർത്താവ് പോലും അറിയാത്ത ഒരു രഹസ്യം അവിടെ അയാളുടെ ഭാര്യ ഒളിപ്പിച്ചു വെച്ചിരുന്നു. കട്ടിലിനടിയിൽ തുണിക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ അയാൾ കണ്ടത് ഒരു ചോര കുഞ്ഞിനെയായിരുന്നു. പിന്നീട് സംഭവിച്ചത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ഈ അവിശ്വസനീയമായ സംഭവം നടക്കുന്നത്. പൂടനാട് മണ്ഡപത്തിൻകടവ് പ്ലാവില വീട്ടിൽ അൽത്താഫിന്റെയും 21-കാരിയായ ഷംനയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം പിന്നിട്ടു. ഇവർക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഇറച്ചിക്കടയിലെ തൊഴിലാളിയായ അൽത്താഫ് ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്തുമ്പോൾ കാണുന്നത് കഠിനമായ വയറുവേദന കൊണ്ട് പുളയുന്ന ഷംനയാണ്. അവശനിലയിലായ ഭാര്യയെ ആശുപത്രിയിലെത്തിക്കാൻ അൽത്താഫ് ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഷംനയെ ഓട്ടോയിൽ കയറ്റിയ ശേഷം ചില സാധനങ്ങൾ എടുക്കാനായി ഇയാൾ കിടപ്പുമുറിയിലേക്ക് തിരികെ എത്തി. എന്നാൽ മുറിയിൽ പലയിടത്തായി രക്തക്കറ കണ്ട ഭർത്താവ് മുറി പരിശോധിച്ചപ്പോൾ കട്ടിലിനടിയിൽ രക്തം പുരണ്ട ഒരു തുണിക്കെട്ട് കണ്ടു. ആ തുണിക്കെട്ടെടുത്ത് പരിശോധിച്ചപ്പോൾ അൽത്താഫ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ ഒരു ചോരക്കുഞ്ഞായിരുന്നു. ഭയന്നുപോയ അൽത്താഫ് ഉടൻ തന്നെ കുഞ്ഞിനെയും ഷംനയെയും കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാരുടെ പരിശോധനയിൽ കുഞ്ഞ് മരണപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ നവജാത ശിശുവിന്റെ കഴുത്തിലും നെഞ്ചിലുമായി നിരവധി മുറിവുകളുണ്ടായിരുന്നു. ഇത് പ്രസവത്തിനിടെ സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും ഉപദ്രവിച്ചതാണോ എന്ന സംശയം ഡോക്ടർമാരിൽ ബലപ്പെട്ടു. ഇതോടെ സംഭവം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് ആര്യങ്കോട് പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് സംഭവത്തിലെ ഭയാനകമായ ദുരൂഹതകൾ ഓരോന്നായി പുറത്തുവരുന്നത്. ഈ കേസിലെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത് ഷംന ഗർഭിണിയായിരുന്നു എന്ന കാര്യം ഭർത്താവ് അൽത്താഫിനോ വീട്ടിലെ മറ്റുള്ളവർക്കോ അറിയില്ല എന്നതാണ്. എന്നാൽ അൽത്താഫിന്റെ വാക്കുകളൊന്നും തന്നെ പോലീസ് ഇതുവരെയും മുഖവിലക്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് പ്രസവം നടന്നത് ആരും അറിഞ്ഞില്ല എന്നതും കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. നിലവിൽ ഷംന പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. റിപ്പോർട്ട് വന്നാൽ മാത്രമേ കുഞ്ഞിന്റേത് കൊലപാതകമാണോ അതോ പ്രസവത്തിനിടെയുണ്ടായ മരണമാണോ എന്ന് വ്യക്തമാവുകയുള്ളൂ. പോലീസ് ഇപ്പോൾ ഷംനയുടെയും അൽത്താഫിന്റെയും പരിസരവാസികളുടെയും എല്ലാം വിശദമായ മൊഴിയെടുക്കുകയാണ്.